പ്രത്യേകം പരിചയപ്പെടുന്ന കാര്യമല്ല, കേരളത്തിലെ സ്വിംഗീസ് കിങ് ആണ് നിഖിൽ ഓഹരി പഠനം. അപ്പോൾ നിഖിലിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് സിംഗ് ട്രേഡിൽ നിന്ന് നമുക്ക് ഇയർലി എത്ര പെർസെൻറ്റേജ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നിഖിലിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഓക്കെ, അപ്പം ആക്ച്വലി നമ്മൾ സ്വിംഗ് ട്രേഡിലോട്ട് വരുമ്പം ഒരു ഇയർലി ബേസിൽ നമ്മൾ റിട്ടേൺ ചെയ്യരുത്. അതായത് നമ്മളുടെ എപ്പോഴും ഒരു തോട്ട് പ്രോസസ്സ് നമ്മളുടെ ഇൻഡെക്സിനെ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ ഇയർലി ബേസിലാണ് റിട്ടേൺ പറഞ്ഞത്. ഇപ്പോൾ ഇയർലി ബേസിൽ ഒരു 30% റിട്ടേൺ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് 1 ഇയർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ 30 ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിലോട്ട് പോകും. സോ ഇൻഡെക്സ് റിട്ടേൺ ഒന്നും ഉണ്ടാക്കുന്നില്ല, നെഗറ്റീവിലാണെങ്കിൽ നമ്മൾ നഷ്ടം ഉണ്ടാക്കാതെ നിൽക്കുന്നതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത വർഷം ഇൻഡെക്സ് ഒരു 40% പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷം നമ്മൾ അതിനേക്കാൾ മുകളിൽ ഒരു 50-60 പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞുള്ള വർഷം വീണ്ടും മാർക്കറ്റ് ഒരു 20 ആണെന്നുണ്ടെങ്കിൽ ആ വർഷം നമ്മൾ 30-40 ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്ത ചിലപ്പോൾ 2 വർഷം മാർക്കറ്റ് ചിലപ്പോൾ 0 റിട്ടേൺ ആയിരിക്കും. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഒരു എക്സാക്ട് പറഞ്ഞാൽ ഒരു ഇയർലി ബേസിസിൽ നമുക്ക് റിട്ടേൺ പറയാൻ പറ്റില്ല. ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ നമ്മുടെ ബെഞ്ച് മാർക്ക് ഇല്ലെങ്കിൽ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ്. താങ്ക് യു വെരി മച്ച്.